ഈ PM ശ്രീയിലെ ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളം നേടിക്കഴിഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബഷീറിൻ്റെ വീട്ടിൽ പിന്നെ ഒരു ബെഡ്റൂം ഉണ്ടാക്കാനൊരു സഹായം തരാമെന്ന് പറഞ്ഞു വിചാരിക്കുക പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതൊരു ഘടകത്തിൽ നിന്ന്. പക്ഷേ ആ ബെഡ്റൂമിൽ അതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അതിൽ ഇന്ന ടൈൽ ഉപയോഗിക്കണം, ഇന്ന രീതിയിലുള്ള സൗകര്യങ്ങളുണ്ടാകണം, ഫർണിച്ചറുകളുണ്ട്, അങ്ങനെയുള്ള പറയുന്നുണ്ട്. പിന്നെ അതിനെ ആ പണം ചിലവഴിക്കാനും പാടുള്ളൂ. പക്ഷെ ആ പണത്തിൻ്റെ 40% എന്ത് ചെയ്യണം? ബഷീർ ഉണ്ടാക്കണം. പക്ഷെ ബഷീറിൻ്റെ വീട്ടിലെ പിന്നെ ബെഡ്റൂമിൽ ഓൾറെഡി സൗകര്യമൊക്കെ ഉണ്ട്. ആൾറെഡി പറഞ്ഞ സൗകര്യമൊക്കെ അതിലേറെ ഗംഭീരമായിട്ട് എന്തുണ്ട് ഇവിടെ ഉണ്ട്. അപ്പം പിന്നെ ഈ പൈസ വാങ്ങിയാൽ എന്താ ബഷീർ ചെയ്യുക? ആലോചിക്ക്. ഈ പൈസ വാങ്ങിയാൽ ഒന്നുകിൽ എന്ത് ചെയ്യണം? ഒക്കെ കുത്തിപ്പൊളിച്ചിട്ട് രണ്ടാമതൊന്ന് ഇത് ചെയ്യണം. അപ്പോൾ നമ്മൾ 40% കാശ് ഇതിലേക്ക് ഇറക്കും വേണം. എന്നാലും നേരത്തെ ഉള്ള സെറ്റപ്പിലേക്ക് എന്ത് ചെയ്യൂല, ഈ കാശ് കൊണ്ട് ഇത് എത്തൂല. മുതൽ വെറുമ്പണിയല്ലേ? വിഷയം മനസ്സിലായോ? അതേപോലെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ബാലാരിഷ്ടതകൾ സിലബസിൻ്റെ രംഗത്തും മറ്റുമൊക്കെ നമുക്ക് സമീപനത്തിൻ്റെ രംഗത്തൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഭൗതിക സൗകര്യങ്ങളുടെ വിഷയത്തിൽ മഹാഭൂരിപക്ഷം സർക്കാർ വിദ്യാലയങ്ങൾ വരെ AC ഉള്ള വിദ്യാലയങ്ങൾ വരെ ഉണ്ട്. ഇവരിതിൽ പറഞ്ഞ ഏകദേശം സൗകര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് മാത്രം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് കൊണ്ടുവന്നിട്ട് അതിൽ 40% നമ്മൾ ഇട്ടിട്ട് എന്ത് ചെയ്യാനാണിത്? അതിൽ നിന്നിട്ട് ഇവരെ വ്യവസ്ഥ വെക്കണത് ഇത് NEPയുടെ ഒരു ഷോക്കേസ് പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടും അതിൽ കൊണ്ടുപോയി ഒപ്പിടുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ മാത്രമല്ല, പിന്നെ ഇത് പണം നിലപാട് മാറാൻ കാരണമാകുന്നു എന്നതാണ് പ്രശ്നം. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അത് 1 രൂപയാണെങ്കിലും 1 കോടിയാണെങ്കിലും 10,000 കോടിയാണെങ്കിലും ശരി, പണം തന്നാൽ ഞങ്ങളുടെ നിലപാട് മാറ്റും എന്ന രീതി എന്തല്ല, അത് ഏത് സർക്കാരിനായാലും ശരിയല്ല.